ജയിക്കാൻ ആരും ജയിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. 10 വർഷമായിട്ട് BJP യില്ല. അതുകൊണ്ട് 10 വർഷമായിട്ട് ഇങ്ങനെ BJP തന്നെ നിൽക്കുന്നത്. എല്ലാവരും ചെയ്തോണ്ട് പറയുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പേരൂർക്കടയിലെ തുരുത്തോല വാർഡിലെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി വി വിജയകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഇവിടെ ഇപ്പൊ 10-15 കൊല്ലമായിട്ട് NDA തന്നെയാണ്. 15 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് BJP-യുടെ ഭരണമാണ്. എന്താണ് BJP-യുടെ ഇത്ര പ്രിയം? ജനങ്ങളുമായിട്ടുള്ള നമ്മളെ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരസഭ ചേർന്നതിന് മുമ്പ് വട്ടിയൂർക്കാവ് പഞ്ചായത്തായിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു ആദ്യമായിട്ട് ഇവിടെ BJP-യുടെ മെമ്പറാവുന്നത്. അതിനുശേഷം ആ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അന്ന് 2 വോട്ടിനാണ് BJP ഇവിടെ ജയിച്ചു വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമാണ് BJP ഇവിടെ ജയിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തുടർന്ന് വന്ന BJP അല്ല കോർപ്പറേഷനോട് ചേർത്തതിന് ശേഷം ഉണ്ടാകുന്ന ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും എന്നാൽ 2015 BJP ഇവിടെ ജയിക്കുകയും തുടർന്ന് വന്ന വീണ്ടും 2020 വരുന്ന സമയത്ത് BJP വളരെ ശക്തമായിട്ട് ജയിച്ചു വരികയും ചെയ്തു. ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധമാണ് ഈ വിജയത്തിന്റെ പിന്നിലുള്ള ശരിക്കുമുള്ള കാരണം. ഇപ്പൊ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? ശരിക്കും നമ്മുടെ ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും വികസന പ്രവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷവും ഇവിടെ വികസന പ്രവർത്തനം നടത്താൻ കഴിയാത്തത് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. സ്വാഭാവികം നമുക്ക് പല ബുദ്ധിമുട്ടുകളും പല ആവശ്യങ്ങളും ഉന്നയിക്കുന്ന സമയത്ത് അവരെപ്പോഴെല്ലാം പറയുന്നത് നമുക്ക് ഫണ്ട് തരാമെന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വാർഡായിട്ട് തിരുത്തുമല വാർഡിന് മാറ്റാൻ നമുക്ക് കഴിയും. പ്രചരണം വളരെ നല്ല രീതിയിൽ പോകുന്നു. 100% വിജയസാധ്യത വിജയിക്കും എന്ന് ഉറപ്പാണ്. ജനങ്ങളുടെ പ്രതികരണം 100% വിജയിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ബന്ധം 10-15 വർഷങ്ങളായിട്ടുള്ള ജനങ്ങളായിട്ടുള്ള ബന്ധം വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാർ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ കേരളത്തെ കുറിച്ചുള്ള വളരെ മോശമായിട്ടുള്ള ഭരണത്തെ കുറിച്ചുള്ളത്, പ്രത്യേകിച്ച് ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്നും മോഷണം വരെയുള്ള കാരണം ആൾക്കാർ ബാധിക്കും, 100% ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം നിലനിൽക്കുകയാണ്. കാരണം നിരന്തരം വാർത്തകളിൽ കൂടി വരുന്ന ഈ വിഷയത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ വരുന്ന ഇലക്ഷനിൽ അത് പ്രതികരിക്കുകയും ചെയ്യും. ഭക്തരായിട്ടുള്ള ജനങ്ങളും മറ്റുള്ള വിശ്വാസികളും എല്ലാവരും ഇതിൽ പ്രതികരിക്കുന്ന ഉറപ്പാണ്. ജയിക്കാൻ ആരും ജയിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. പിന്നെ 100% ഉറപ്പില്ലേ? BJP സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് സിറ്റിംഗ് വാർഡാണ്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അവഗണനയുമാണ് നമ്മുടെ ഈ കോർപ്പറേഷനിൽ നടക്കുന്നത്. അതിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് BJP-യുടെ കൗൺസിലർമാരാണ് നഗരസഭയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നല്ല കാര്യം ചെയ്യുന്നതൊട്ട് 10-15 വർഷമാവില്ലേ ചോദിച്ചാ? പിന്നെ 15 വർഷം അങ്ങോട്ട് വിജയം തന്നെ. എല്ലാവരും ചെയ്തോണ്ട് പറയുന്നത്. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ. പിന്നെ എന്ത്? കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവിടെ BJP തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരോട് സംസാരിച്ച ഒരു അറിവ് വെച്ച് ഇവിടെ വീണ്ടും BJP വരാൻ തന്നെയാണ് സാധ്യത. 8500ഓളം വോട്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒരു 5000-ഓളം പേര് വോട്ടും പോളിംഗും വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 1000-ഓളം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.